നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാണ്. കേരളം ഉറ്റുനോക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. LDFന് വേണ്ടി M സ്വരാജ്, കോൺഗ്രസിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്ത്, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നോണം PV അൻവർ, മൂന്ന് പേരും മാറ്റുരയ്ക്കുന്ന നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആകാംക്ഷ നിറഞ്ഞ രാഷ്ട്രീയ ചിത്രങ്ങളിലൊന്നാണ്. ഈ രാഷ്ട്രീയ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇലക്ഷൻ നടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നമുക്ക് നിലമ്പൂരിലെ ജനങ്ങളോട് തന്നെ എന്താണ് നിലമ്പൂരിലെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട്, ഗ്രൗണ്ട് റിയാലിറ്റി, മറ്റു മാധ്യമങ്ങൾ ഏകപക്ഷീയമായും ഓരോരോ ആളുകളെ മുൻനിർത്തിയും സംപ്രേഷണം ചെയ്യുന്നത് പോലെയല്ല, ആർക്കാണ് ഗ്രൗണ്ട് ലെവലിൽ സപ്പോർട്ട് കൂടുതൽ എന്നുള്ള ഒരു പരിശോധനയ്ക്കാണ് നമ്മൾ നിലമ്പൂർ എത്തിയിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനാണോ, M സ്വരാജിനാണോ, PV അൻവറിനാണോ, സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ജനസമ്മതി എന്നുള്ളതാണ് ചോദ്യം. നിലമ്പൂർ ഇത്രത്തോളം വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഓരോരുത്തരും വളരെ ശക്തരാണ്. PV അൻവർ തുടർച്ചയായി നിലമ്പൂർ ജയിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഈ ഇലക്ഷൻ എത്രത്തോളം നിർണായകമാണെന്നുള്ള ചോദ്യവും, അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കടന്നുവരവ് ഒരു വലിയ തരംഗം തന്നെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. M സ്വരാജ് ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ നിലമ്പൂർ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ജനങ്ങളുടെ അറിഞ്ഞ സ്ഥാനാർത്ഥി, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥി ആരാണ് നിലമ്പൂർ വിജയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. ഗ്രൗണ്ട് റിയാലിറ്റിയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലൊരു പക്ഷാഭേദപരമായ കാര്യങ്ങളുമില്ല. സാധാരണക്കാരായ ജനങ്ങളെ, സെലക്റ്റീവായ ജനങ്ങൾ പോലുമല്ല, നമ്മൾ കാണുന്ന ഓരോരുത്തരോടും നമ്മളിനി ചോദിക്കാൻ പോവുകയാണ്, ആരാണ് നിങ്ങളുടെ മനസ്സിലെ വിജയി എന്നുള്ളതാണ് ചോദ്യം. നിലമ്പൂരിൽ ആര് ജയിക്കും നമുക്ക് പരിശോധിക്കാം. എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത്? ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ വിജയിക്കണോ, അത് PV അൻവറിൻ്റെ ഒരു താക്കീതും കൂടി ആയിക്കണം. PV അൻവറിനുള്ളൊരു താക്കീതായിട്ടാണോ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുന്നത് നിലമ്പൂരുകാർ? നിലമ്പൂർ എന്ന് വെച്ചാൽ ഇവിടെ റോഡ് വികസനം ഇല്ല, മറ്റുള്ള ഒരു ഹോസ്പിറ്റലൊന്നും ഒരു ഇതില്ല. കാര്യമായൊരു വികസനം കഴിഞ്ഞൊരു 9 വർഷമായിട്ടില്ല. പഴയ ആര്യാടൻ മുഹമ്മദ് MLA ആയ സമയത്തുള്ള വികസനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത തലമുറ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വേണ്ടി വികസനം കൊണ്ടുവരാനായിട്ട് ആര്യാടൻ ഷൗക്കത്തിന് കഴിയുമെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും കഴിയും. എത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു ചെയ്യുന്ന, അതായത് ഇതിന് വരുന്നതിന് മുമ്പേ തന്നെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. ആ കുടുംബം അങ്ങനെ തന്നെയാണ്. ആ കുടുംബം അങ്ങനെ തന്നെയാണ് അല്ലേ? ആർക്കും ഏത് സമയം കാര്യച്ചല്ല, എപ്പോൾ ഡോർ തുറന്ന് കിടക്കൂ, എന്ത് ഹെൽപ്പിനോ, ഏത് ജാതി ഒന്നും നോക്കാറില്ല, ഒന്നും നോക്കാറില്ല, എല്ലാത്തിനും ഒരു. അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ ചിത്രത്തിൽ സംശയങ്ങളൊന്നുമില്ല, ആര്യാടൻ ഷൗക്കത്ത് തന്നെ വിജയിക്കും എന്നാണ് പറയുന്നത്. 100% വിജയിക്കും. 15,000 വോട്ടിൻ്റെ മേലെ ഭൂരിപക്ഷം ഉണ്ടാവും. ഉറപ്പ്. ഓക്കെ, താങ്ക് യു. അതിരിക്കാൻ സാധിക്കില്ല. കാരണം നിലമ്പൂർ ഒരു രാഷ്ട്രീയ യുദ്ധം നടക്കുകയാണ്. കേരളം മൊത്തം നിലമ്പൂരിലേക്ക് മാത്രം നോക്കുകയാണ്. ഇതിപ്പോൾ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 മുമ്പുള്ളൊരു സാമ്പിൾ വെടിക്കെട്ട് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആര്യാടൻ ഷൗക്കത്തിനുള്ള വലിയൊരു ജനപിന്തുണയാണ്. അത് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ആ വാതിലുകൾ അടയാറില്ല എന്നൊരു വാക്ക് ഞാൻ കേട്ടു. ആ വാതിലുകൾ അടയാറില്ല, ആ കുടുംബത്തിൻ്റെ ആ വാതിലുകൾ അടയാറില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത്? തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു രാഷ്ട്രീയ യുദ്ധം തന്നെയാണ് താങ്കൾ പറഞ്ഞ പോലെ നടക്കുന്നത്. ആ രാഷ്ട്രീയം യുദ്ധം എന്ന് വെച്ചാൽ ജനങ്ങളും പിണറായി വിരുദ്ധ സർക്കാർ വികാരമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് പോലെ ഷൗക്കത്ത് ഏകദേശം ജയിച്ചു കഴിഞ്ഞു. 10,000-ത്തിലധികം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും ജയിച്ചു കഴിഞ്ഞു. പിന്നെ നിലമ്പൂരിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ വിളിച്ച വിളപ്പുറത്ത് കാണുന്ന അതേപോലെ വാപ്പായുടെ മകനാണ് ഷൗക്കത്ത്. ഓരോരുത്തർക്കും അറിയാമത്. നിങ്ങൾ ആരുടെ ചോദിച്ചാലും പറയും ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷമേ ഇനി പറയാനുള്ളൂ. വിജയം കൈക്കൽ ഒതുക്കി കഴിഞ്ഞു. ഇപ്പോൾ ഭൂരിപക്ഷത്തെക്കുറിച്ച് PV അൻവർ അടക്കം മാധ്യമങ്ങളിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും റിസൾട്ട് വരുമ്പോൾ ഒരു നിശ്ചിത ഭൂരിപക്ഷം നേടുമെന്ന് ഒരു സത്യമിട്ട പോലെയാണ് PV അൻവർ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്?
തീർച്ചയായിട്ടും അദ്ദേഹം 9 വർഷത്തെ MLA ആയിരുന്നു. ഇവിടെ ജനപ്രീതി നേടിയ ഒരു MLA തന്നെയായിരുന്നു. CPM അദ്ദേഹത്തിനെ കാണിച്ച അവഹേളിപ്പാണ് അദ്ദേഹത്തിനുണ്ടായ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇവിടെ വോട്ട് കിട്ടും എന്നുള്ളതിൽ യാതൊരു മാറ്റവും ഇല്ല, സംശയവുമില്ല. അദ്ദേഹം എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിക്കവാറും 2ാം സ്ഥാനം നേടാൻ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ കോമ്പറ്റീഷൻ വരുന്നത് ആര്യാടൻ ഷൗക്കത്തും PV അൻവറും തമ്മിലായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം പറയാൻ പറയാം? എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ വാപ്പായുടെ ക്വാളിറ്റി. പിന്നെ ഇവിടെ ജനങ്ങൾ ഒന്നടങ്കം കോൺഗ്രസ് തിരിച്ചു വരണമെന്നുള്ള UDFൻ്റെ ശക്തമായ ഒരു ഭരണം തിരിച്ചു കൊണ്ടുവരാനുള്ള ജനങ്ങളുടെ അഭിപ്രായവും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പ് നിങ്ങൾ കണ്ടതാണ്. പിണറായി സർക്കാരിനെതിരെയുള്ള വെല്ലുവിളിയാണ് ജനങ്ങൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അവരുടെ പിണറായി സർക്കാരിൻ്റെ അന്ത്യമാണ് ഈ ഇലക്ഷനിലൂടെ കുറിക്കാൻ പോകുന്നത്. ഈ 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് മുമ്പോടിയായിട്ട് വരുന്ന ഈ പറയുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പിണറായി വിജയനെതിരെയുള്ള ജനങ്ങളുടെ രോഷം പ്രകടിപ്പിക്കുന്ന ഒന്നായിരിക്കുമോ? തീർച്ചയായിട്ടും 100%. ഇത് മാത്രമല്ല, ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിലും ജനങ്ങളുടെ ഈ വികാരം പിണറായി വിജയനും സർക്കാരും ഈ വിരുദ്ധ ജനനയങ്ങൾക്കെതിരെ, ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ശിക്ഷയായിരിക്കും ഈ തെരഞ്ഞെടുപ്പും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും, അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും. അപ്പോൾ എന്തായാലും 2016 മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ട് നിലമ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. നിലമ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങും, തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. കാരണം നിലമ്പൂരിൻ്റെ ഒരു രാഷ്ട്രീയ യുദ്ധം കാണാനായിട്ട് ഞങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയണമെന്നുണ്ട്. ചാനലുകാർ പലതരത്തിൽ പറയുന്നുണ്ട്, ഓരോരോ അഭിപ്രായങ്ങൾ അവരവരുടേതായ ഇഷ്ടമുള്ള ആൾക്കാർ വെച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പൾസ് എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. നിലമ്പൂരത്തെ ജനങ്ങളുടെ പൾസ് എന്താണ്? ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. അത് യാതൊരു സംശയമില്ല, അതിൽ സംശയമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഇത്രത്തോളം തറപ്പിച്ച് പറയുന്നത്? കാരണം ഇപ്പോൾ ഇടതു മുന്നണിക്ക് വേണ്ടി M സ്വരാജ് ഒരു ഒറ്റയാന്നുള്ള നിലയിൽ PV അൻവർ ഇതിനു മുമ്പ് ഇവിടെ ജയിച്ച ഒരാളാണ്. എന്നിട്ടും ഷൗക്കത്ത് തന്നെ ജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു പിന്നിലെന്താണ്? ഈ ഭരണവികാരം ഒരു നന്നായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ പുരോഗമനമില്ല, ഇവിടെ വികസനം ഇല്ല. കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് വികസനം കണ്ടിട്ടില്ല, ഒരു വികസനം ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഷൗക്കത്ത് ജയിക്കുമെന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഷൗക്കത്തിനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വാതിലുകൾ അടയാറില്ല എന്നൊരു വാക്ക് ഒരാൾ പറഞ്ഞു. ആ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കും. പക്ഷെ ബാക്കിയുള്ളവരെ പോയി കഴിഞ്ഞാൽ എവിടെയാണ് കാണേണ്ടതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഷൗക്കത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു അപരിചിതത്വം ഇല്ല, ആ വാതിലുകൾ അടയാറില്ല എന്ന് പറഞ്ഞു. അത് എത്രത്തോളം സത്യമാണ്? അത് പറഞ്ഞത് സത്യമാണ്. ആ വാതിൽ ഒരിക്കലും അടയാറില്ല. ഏത് കാര്യത്തിനും അവിടെ പോയി നമുക്ക് വിഷമങ്ങൾ പറയാറുണ്ട്. പക്ഷെങ്കിൽ ഇപ്പം ഈ ഭരണവികാരം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിരുദ്ധ, അതുകൊണ്ടാണ് ഇവിടെ ജയിക്കുമെന്ന് പറയുന്നത്. ഒരു പിണറായി വിജയനെതിരെയുള്ള ഒരു വോട്ട് കുത്തലായിരിക്കും അത്. അതിനാണ് സാധ്യത കൂടുതലും. ഓക്കെ, അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എന്തായാലും രാഷ്ട്രീയ യുദ്ധത്തിന് ഇനി വളരെ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കേരളം ഉറ്റുനോക്കുകയാണ്, നമ്മളും കാത്തിരിക്കുകയാണ്.